അടുത്തത് നേരത്തെ പറഞ്ഞ തിയറത്തിന്റെ ഒരു കൊറോളറിയാണ്. അതായത് എ സബ്സെറ്റ് എസ് ഓഫ് വി ഈസ് ഇൻഡിപെൻഡന്റ് ഇഫ് ആൻഡ് ഓൺലി വി മൈനസ് എസ് ഈസ് എ കവറിംഗ് ഓഫ് ജി. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊറോളറിയാണ്. ഫോർ എനി ഗ്രാഫ് ജി ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എൻ. അതായത് ആൽഫ എന്തായിരുന്നു? സ്റ്റെബിലിറ്റി നമ്പർ. ബീറ്റ എന്തായിരുന്നു? കവറിംഗ് നമ്പർ. അപ്പോൾ സ്റ്റെബിലിറ്റി നമ്പറും കവറിംഗ് നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? എൻ. എന്തായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? നമ്പർ ഓഫ് വെർട്ടീസസ് കിട്ടണം. അപ്പൊ ഇനി അതിന്റെ പ്രൂഫ്. ലെറ്റ് എസ് ബി എ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ജി. എസ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് നേരത്തെ തിയർ അനുസരിച്ച് എന്താണ്? എസ് മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ വി മൈനസ് എസ് ഈസ് എ കവറിംഗ് ഓഫ് ജി. അല്ലെ? എസ് ഒരു ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ വി മൈനസ് എസ് എന്താവും? ആ ജിയെ കവർ ചെയ്യുന്ന ഒരു വെർട്ടെക്സ് സെറ്റ് ആവും. അപ്പൊ ഇതിന്റെ കാർഡിനാലിറ്റി എന്താ വരിക? മോഡ് വി മൈനസ് എസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് എന്തായിരുന്നു? എൻ ആയിരുന്നു വരിക, അല്ലെ? എസ് എന്താണ്? ഒരു മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ്. അതിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റുള്ള നമ്പറിനാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്? ആൽഫ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ വി മൈനസ് എസ് എന്താ വരിക? എൻ മൈനസ് ആൽഫയാണ് വരിക, അല്ലെ? ഈ എൻ മൈനസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? വി മൈനസ് എസിന്റെ കാർഡിനാലിറ്റി ആണ്. അതായത് വി മൈനസ് എസിലുള്ള നമ്പർ ഓഫ് വെർട്ടിസസുകളാണ്. ഇനി ഇതെപ്പോഴെന്താണ്? ഇത് വി മൈനസ് എസ് എന്താണ്? ഒരു കവറിംഗ് ആണ്. അത് കവറിംഗ് മാത്രമേ പറഞ്ഞു. മിനിമം കവറിംഗ് ആണോ അല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു മിനിമം കവറിംഗ് ഉണ്ടാവും. അതിന്റെ നമ്പർ ഓഫ് വെർട്ടിസസിനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. അപ്പം ബി മൈനസ് എസും ഒരു കവറിംഗ് ആയതുകൊണ്ട് ഇതിന്റെ കാർഡിനാലിറ്റി ഒന്നുകിൽ ബീറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ബീറ്റനെക്കാട്ടിലും വലുതായിരിക്കും. അപ്പൊ നമുക്ക് എൻ മൈനസ് ആൽഫ ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ബീറ്റ എന്ന് കിട്ടും. നമ്മൾ എന്താ ചെയ്തത്? എസ് ഒരു മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. എസ് മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ അതിന്റെ കാർഡിനാലിറ്റിയാണ് ആൽഫ, അതായത് സ്റ്റെബിലിറ്റി നമ്പർ. നേരത്തെ തിയർ അനുസരിച്ച് എന്താണ്? എസ് മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ വി മൈനസ് എസ് ഒരു കവറിംഗ് ആണ്. അപ്പൊ വി മൈനസ് എസിന്റെ കാർഡിനാലിറ്റി എന്താ വരിക? ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് എൻ ആണ്. അതിൽ നിന്ന് എസ് ഒഴിവാക്കി കഴിഞ്ഞാൽ എൻ മൈനസ് ആൽഫ എന്നുള്ളതാണ് വി മൈനസ് എസിന്റെ കാർഡിനാലിറ്റി വരിക. ഇനി ബീറ്റ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് എ മിനിമം കവറിംഗ് ഓഫ് ജി ആണ്. അപ്പൊ ഈ വി മൈനസ് എസ് എന്താണ്? ഒരു കവറിംഗ് ആണ്, അല്ലെ? വി മൈനസ് ഈസ് എ കവറിംഗ് ഓഫ് ജി. അപ്പൊ ഇത് ഒന്നുകിൽ ഇതെന്താണ്? മിനിമൽ കവറിംഗ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവറിംഗ് ആവാം. അപ്പൊ എന്താണ്? ഇതിന്റെ കാർഡിനാലിറ്റി എന്താ വരിക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണ് വരിക. അപ്പൊ ഒരു സൈഡ് നമ്മൾ എൻ മൈനസ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ എന്ന് കിട്ടി. ഇനി കെ ബി എ മിനിമം കവറിംഗ് ഓഫ് ജി. കെ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? മിനിമം കവറിംഗ് ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ കെന്റെ കാർഡിനാലിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ബീറ്റ, അല്ലെ? ബീറ്റ എന്തായിരുന്നു? കാർഡിനാലിറ്റി ഓഫ് എ മിനിമം കവറിംഗ്. അതാണ് നമ്മൾ കവറിംഗ് നമ്പർ എന്ന് പറയുന്ന ബീറ്റ. അങ്ങനെയാണെങ്കിൽ എന്താണ്? നേരത്തെ തിയറി അനുസരിച്ച് വി മൈനസ് കെ ഈസ് ഇൻഡിപെൻഡന്റ്. കെ മിനിമം കാർഡിനാലിറ്റി ആണെങ്കിൽ വി മൈനസ് കെ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അതിന്റെ കാർഡിനാലിറ്റി എന്ത് വരും? എൻ മൈനസ് ബീറ്റ വരും. ഇതെന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് സെറ്റ് ആയതുകൊണ്ട് ഇതിന്റെ കാർഡിനാലിറ്റി മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റിനെക്കാളും എപ്പോഴും ചെറുതായിരിക്കും. മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റിന്റെ കാർഡിനാലിറ്റിയാണ് ആൽഫ, അല്ലെ? സ്റ്റെബിലിറ്റി നമ്പർ. അപ്പൊ എൻ മൈനസ് ബീറ്റ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും. ഈ രണ്ട് ഇനീക്വാലിറ്റിയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് കിട്ടും നമുക്ക്? എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെ? ഈ ആൽഫ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബീറ്റ പ്ലസ് ആൽഫ എന്ന് കിട്ടും. ബീറ്റ പ്ലസ് ആൽഫ. ഇവിടുന്ന് എന്ത് കിട്ടും? ഈ ബീറ്റ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് കിട്ടും.